ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഹോസ്റ്റലിലെ ഓണമാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ടിലേക്ക്, അതായത് നടിമുറ്റത്തേക്ക് വന്നിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി. ഇവിടെ ഒരു സാധനം റെക്കോർഡ് ചെയ്യുമ്പോൾ കിടന്ന അലറുണ്ട്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓണത്തിനെ കുറിച്ച് 2-3 വാക്ക് സംസാരിച്ച ശേഷം എല്ലാവർക്കും ഓണക്കോടി കൊടുത്തു. ആദ്യം തന്നെ അമ്മയ്ക്ക് കൊടുത്തു, പിന്നെ കിച്ചണിലെ ചേട്ടന് കൊടുത്തു, മാറ്ററിന് കൊടുത്തു, കിച്ചണിലെ ആൻറ്റിമാർക്ക് കൊടുത്തു, പിന്നെ അടിച്ചു വരുന്ന ചേച്ചിമാർക്ക് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ തിരുവാതിരയിലേക്ക് കിടന്നു. തിരുവാതിരയ്ക്ക് അങ്ങനെ ഡ്രസ് കോഡൊന്നുമില്ല, എല്ലാവരും പഠിച്ചു വന്നവർ ഉള്ള ഡ്രസ്സിലിട്ട് കളിക്കുക. അതാണ് ഞങ്ങൾ തിരുവാതിര. പിന്നെ അപ്പം തന്നെ വടം തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് വടംവലി തുടങ്ങി. ഞാനൊക്കെ ആയിരുന്നു വടം വലിക്കാൻ നിന്നത്. അതുകൊണ്ട് അപ്പം തന്നെ തോറ്റു. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിന്നു. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം മാത്രം തോറ്റു പോകുക. അതുകൊണ്ട് ഞാൻ സപ്പോർട്ടിങ് നിർത്തി. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ മലയാളി മംഗ കോൺടെസ്റ്റ് ആയിരുന്നു. അതിന് എല്ലാവരും അടിപൊളിയായി ഒരുങ്ങി റാമ്പ് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഡാൻസ് കളിച്ചു. മലയാളി മംഗ കോൺടെസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ ഡാൻസ് കളിച്ചു. കുറച്ച് പേര് പാട്ട് പാടി. ഈ ഡാൻസ് കളിക്കുന്ന കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അവൾ എൻ്റെ ഫ്രണ്ടാണ്, സോന എന്നാണ് പേര്. പിന്നെ ഉള്ളത് ബിടെക്കിലെ കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. അവരും നല്ലോണം ഡാൻസ് കളിച്ച് അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ഇത് ഞങ്ങൾ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് ഗുരു. അവളൊരു പാട്ടും പാടി, തിരുവാവണി രാവ് അതായിരുന്നു പാട്ട്. അങ്ങനെ അടുത്തത് നമ്മുടെ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്തു, ഗെയിംസ്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി കസേരകളിയായിരുന്നു. പാട്ട് സ്റ്റോപ്പ് ആകുമ്പോൾ അവരെന്തെങ്കിലും മൈക്കിൽ പറയും. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കണം. ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾ, അല്ലെങ്കിൽ ചെയർ കിട്ടാത്ത ആൾ, അവർ ഔട്ടാവും. ഞാനൊക്കെ ഇടയ്ക്കുന്ന ഔട്ടായി. പിന്നെ ഞങ്ങളുടെ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ബിടെക്കിലെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ MCAക്കാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് ബണ്ണുകടി മത്സരം തുടങ്ങി. അത് കുറേ നേരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗംഗയുടെ സ്പെക്സ് വീണുപോയി. എന്നാലും അവൾ തകർന്നില്ല. അവൾ പിന്നെയും കടിക്കാൻ ശ്രമിച്ച് ലാസ്റ്റ് ഫസ്റ്റ് കിട്ടിയത് ഗംഗയ്ക്ക് തന്നെയാണ്. അവൾ കടിച്ച് പറിച്ചെടുത്തു. പിന്നുള്ളത് സ്പൂൺ റൈസ്. ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. പക്ഷേ ഫൈനൽ റൗണ്ടിൽ ഞാൻ തോറ്റുപോയി. എൻ്റെ കോൺഫിഡൻസ് അല്ല, ഞാൻ നോട്ട് വെച്ച് എൻ്റെ സ്പൂൺ എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ പണ്ടേ എൻ്റെ തേജി ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ സ്പൂൺ റൈസിലും കിട്ടിയില്ല. എനിക്കൊരു ഭാഗ്യമില്ലാത്ത ദിവസമായിരുന്നു ഗെയിംസിൽ. പിന്നെ അപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് പരിപാടി വളരാനൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പാട്ടൊക്കെ ഇട്ട് സൈഡിൽ കൂടെ പിള്ളേരൊക്കെ തുള്ളുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം മഴയെ നോക്കി നിന്ന് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, സാരി എടുക്കുന്ന മത്സരം തുടങ്ങി. ഇതാണ് സാരി എടുക്കുന്ന മത്സരം. ആവേശമേറിയ മത്സരമായിരുന്നു. അങ്ങനെ ഫൈനലായിട്ട് നോക്കാൻ വേണ്ടി എല്ലാവരും നിരന്ന് നിന്നു. 4 ടീംസും നിരന്ന് നിന്നപ്പോൾ പിങ്ക് സാരി, എൻ്റെ ഫ്രണ്ടാണ് ദിലുവിനാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ബ്ലാക്ക് സാരി. എല്ലാവരും കുറഞ്ഞ 1 മിനിറ്റോ 2 മിനിറ്റോ എന്തോ ടൈം ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിൽ എല്ലാവരും അടിപൊളിയായിട്ടാണ് കൊടുത്തത്. ഇതാണ് ലാസ്റ്റത്തെ ഗെയിം. ഈ ഗെയിം ഞങ്ങൾ ചിരിച്ച് ചത്ത്. കാരണം അവളെ അടിക്കാൻ വേണ്ടി വടിയും കൊടുത്ത് സ്ഥലത്തെത്തിച്ച് വെക്കുമ്പോൾ പാട്ടിൻ്റെ ഒരു ഫ്ലോയിൽ അവൾ തുള്ളി പിന്നെ ഫ്രണ്ടിലോട്ട് വിടും, പിന്നെ അവൾ ബാക്കോട്ട് പോകും. ഇത് തന്നെ അവസ്ഥ. പിന്നെ ബാക്കോട്ട് പോകും, ഫ്രണ്ടിലോട്ട് വിടും, ബാക്കോട്ട് പോകും, ഫ്രണ്ടിലാക്കും. ഇത് തന്നെയായിരുന്നു. ലാസ്റ്റ് അവൾ അടിക്കാത്തതുകൊണ്ട് വടി വാങ്ങി കോർഡിനേറ്റർ വന്ന് പൊട്ടിച്ച്. പക്ഷെ അടിക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല. അടിക്കാൻ കുറേ പേര് ട്രൈ ചെയ്തു. അങ്ങനെ കുറേ പേര് പൊട്ടിച്ചു, കുറേ പേര് പൊട്ടിക്കാതിരുന്നു. ട്രൈ ചെയ്ത് വന്ന് പോയി. അങ്ങനെ ഇതാണ് ലാസ്റ്റ് ഗെയിം. ഇതോടെ ഹോസ്റ്റലിൽ ഓണപ്പരിപാടി കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ MBAക്കാരുടെയും MBA സെക്കൻഡ് ഇയേഴ്സിൻ്റെയും MCA സെക്കൻഡ് ഇയേഴ്സിൻ്റെയും BTech ഫോർത്ത് ഇയേഴ്സിൻ്റെയും ഒക്കെ ലാസ്റ്റ് അടിപൊളി ഹോസ്റ്റൽ ഓണാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ റെയിൻ ഡാൻസ് കളിച്ച് DJ ഒക്കെ അടിപൊളിയായിട്ട് കുറേ നേരം ഇരുന്ന് ഞങ്ങളെല്ലാ ഗേൾസും ഇരുന്ന് തുള്ളി. അങ്ങനെ ഈ ഹോസ്റ്റലിലെ ഓണം അവസാനിച്ചു. ടാറ്റാ, ബൈ.